നമസ്കാരം. ഇത് കണ്ടോ, നമ്മുടെ വൈറൽ ഗേൾ മൊണാലിസ, നമ്മുടെ മാല വിൽക്കാനായിട്ട് കുംഭമേളയിലെത്തിയ ഗേൾ. എത്തിയിരിക്കുന്ന നമ്മളെ തേടിയിരിക്കുന്ന വാർത്ത മൊണാലിസ വിവാഹിതയായി എന്നുള്ള വാർത്തയാണ്. അതിന് സാക്ഷ്യം വഹിക്കാനായിട്ട് നമ്മുടെ രാഷ്ട്രീയ രംഗത്തുള്ള കേരളത്തിൻ്റെ CPM സെക്രട്ടറി ആയിരിക്കുന്ന ശ്രീ MV ഗോവിന്ദൻ, അവരുടെ ആശീർവാദത്തോടുകൂടി വിവാഹം നടന്നു എന്നുള്ളതാണ്. അതായത് കുംഭമേളയിൽ മാല വിറ്റ് നടന്ന മൊണാലിസ എന്ന പെൺകുട്ടി വീട്ടുകാർ അതീവ സുരക്ഷയൊരുക്കിക്കൊണ്ട് ആ മേളയിൽ വന്ന ജനത്തിരക്കിനിടയിൽ നിന്നും ആ കുട്ടിയെ രക്ഷിക്കാൻ പാടുപെട്ട രംഗം നമ്മൾ കണ്ടതല്ലേ. എന്നാൽ ഇപ്പോൾ ഇന്നതാ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയാണ് നാം കേൾക്കുന്നത്. തിരുവനന്തപുരത്ത് അരിമാന്നൂർ നൈനാർ ദേവി ക്ഷേത്രത്തിലാണ് ഇവർ വിവാഹിതരായതത്രേ. മുഹമ്മദ് ഫർമാൻ എന്ന ഒരാളാണ്, മഹാരാഷ്ട്രക്കാരനാണ്, അയാളാണ് ഈ കുട്ടിയെ വിവാഹം കഴിച്ചത്. CPM സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന, ഇപ്പോഴും സെക്രട്ടറി ആയിക്കൊണ്ടിരിക്കുന്ന MV ഗോവിന്ദൻ, പിന്നെ ശ്രീ ശിവൻകുട്ടി, ഇവരെല്ലാം വിവാഹത്തിൽ പങ്കെടുക്കാനുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അത് കഴിഞ്ഞ 6 മാസമായിട്ട് മൊണാലിസ ഈ മുഹമ്മദ് ഫർമാനുമായിട്ട് ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ടു, ഇഷ്ടത്തിലായിരുന്നു അത്രേ. അപ്പോൾ അതുകൊണ്ട് തന്നെ മൊണാലിസയാണ് ഇദ്ദേഹത്തെ പ്രപ്പോസ് ചെയ്തത് എന്നാണ് പറയുന്നത്. അതായത് നമുക്കറിയാം 6 മാസത്തെ ആ ഒരു ഇഷ്ടത്തിലൂടെ ഇന്നിതാ വിവാഹബന്ധത്തിൽ എത്തി നിൽക്കുന്ന മൊണാലിസ അല്ലേ. മധ്യപ്രദേശിലെ ഇൻഡോർ സ്വദേശിയാണ് മൊണാലിസ. ഫർമാൻ ആവട്ടെ മഹാരാഷ്ട്രയിലെ സ്വദേശിയുമാണ്. അവർ സിനിമയുടെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ട് കേരളത്തിലെത്തി പൂവാറിൽ ചിത്രീകരണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവർക്ക് വേണ്ടുവോളം സഹായം പോലീസ് സ്റ്റേഷൻ്റെ അടുത്ത് നിന്നും വേണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവർ തിരുവനന്തപുരത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് വരികയായിരുന്നു. അപ്പോൾ ഇരുവരും സഹായം തേടി തമ്പാനൂർ പോലീസ് സ്റ്റേഷനിലെത്തുകയും അങ്ങനെ പോലീസ് സ്റ്റേഷൻ്റെ സഹായത്തോടു കൂടി തന്നെയാണ് ഈ വിവാഹം വേദി ഒരുക്കിയത് എന്നുള്ളതാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ഇതര മതത്തിൽപ്പെട്ട ഒരാളെ വിവാഹം കഴിക്കാനായിട്ട് വീട്ടുകാർക്ക് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് ഇതര മതത്തിലുള്ള ആളിൽ നിന്നും പിന്മാറണമെന്നും ബന്ധുവായ ഒരാളെ വിവാഹം കഴിക്കണമെന്നും ആയിരുന്നു മാതാപിതാക്കൾ ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ ഈ ആവശ്യം തള്ളിക്കൊണ്ടാണ് സിനിമാ നടനും മോഡലുമായ മുഹമ്മദ് ഫർമാനെ ഒരു ഓഡീഷൻ വേദിയിൽ വെച്ച് പരിചയപ്പെടുകയും അയാളെ ജീവിതത്തിലെ കൂട്ടുകാരനായിട്ട് സ്വീകരിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വാർത്ത. അപ്പോൾ എന്താണേലും ഇനിയും വൈറലാവട്ടെ. 17 വയസ്സുള്ള സമയത്താണ് മാലവിക്കാൻ വന്നത്. 18 വയസ്സായപ്പോൾ ഇതാ എന്തായാലും അയാൾ ഇത്തിരി പക്വതയുള്ള ആളാണെന്ന് തോന്നുന്നു പ്രായം കൊണ്ടും. എന്നാൽ ഈ കുട്ടി അത്ര പക്വതയായ ആളാണോ? അല്ല. അപ്പോൾ വേണ്ടത്ര രീതിയിൽ കുറച്ച് സമയമെടുത്ത് ഒരു 24 വയസ്സൊക്കെ ആകാതെ പെൺകുട്ടികൾ വിവാഹം കഴിച്ചാൽ പക്വതയില്ലാത്ത പ്രായത്തിൽ അപക്വമായ തീരുമാനവും എടുത്ത് വീട്ടുകാരെയും ഉപേക്ഷിച്ച് നാളിതുവരെ വളർത്തി വലുതാക്കിയ അവരുടെ നേരെ മുഖം തിരിച്ച് സ്വന്തം ജീവിത വഴി മാത്രം കണ്ടുകൊണ്ട് സ്വന്തം സുഖ സൗകര്യങ്ങളും സ്വന്തം സന്തോഷങ്ങളും മാത്രം വളർത്തി വലുതാക്കിയ വീട്ടുകാരെയെക്കുറിച്ച് ഒരു നിമിഷം പോലും ചിന്തിക്കാതെ സ്വന്തം ജീവിതം തൻ്റേത് മാത്രമാണെന്ന ചിന്തയിലെ വീട്ടുകാരെ ധിക്കരിച്ചുകൊണ്ട് നടത്തിയ വിവാഹമാണ്. ഇനി അങ്ങോട്ടുള്ള ജീവിത വഴിയിൽ തിരിച്ചറിയാം ഇവരുടെ വഴി ഇങ്ങനെ തന്നെ ആകണമായിരുന്നോ, നാളുകളോളം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതാണ് ജീവിതം എന്നത്. ആ ജീവിത വഴിയിൽ ഒരുത്തനെ തേടി ഇൻസ്റ്റഗ്രാമും ഫേസ്ബുക്കും വാട്സാപ്പും മൊബൈൽ ഫോണെല്ലാം ഉപയോഗിച്ചുകൊണ്ട് പെൺകുട്ടികൾ കണ്ടെത്തുന്ന ബന്ധങ്ങൾ, ഈ ബന്ധങ്ങളുടെ നിലനിൽപ്പ്, ഇതൊക്കെ എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അവർ ജീവിച്ചു പോരുമ്പോൾ മാത്രമേ, അവരൊരുമിച്ച് ജീവിച്ചു വരുമ്പോൾ മാത്രമേ അവർക്ക് തിരിച്ചറിയാനാകൂ എന്നുള്ളതല്ലേ യാഥാർത്ഥ്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറലായിട്ടുള്ള വാർത്തയാണ് മൊണാലിസ വിവാഹിതയായി എന്നുള്ളത്. അപ്പോൾ എന്തായാലും ആശംസകൾ. ഓക്കെ, താങ്ക് യു.